വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളിൽ ബി.ജെ.പിക്ക് ഉറപ്പായി ലഭിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്? കൃത്യമായിട്ടും ഇന്ന സീറ്റ് എന്ന് പറയാൻ വയ്യാത്ത വിധം മുന്നേറ്റം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബി.ജെ.പി മുന്നണിക്ക് നേടാൻ കഴിയും. അതായത് 2020യും BDJS അടക്കമുള്ള സഖ്യകക്ഷികൾ ഏതാണ്ട് 10-ൽ പരം സഖ്യകക്ഷികൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കേരളത്തിൽ, അതിൽ ചെറുത് വലുത് എന്ന വ്യത്യാസമില്ലാതെ അവർക്കൊക്കെ വ്യക്തമായ കോൺട്രിബ്യൂഷൻ കൊടുക്കാനും സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ പൊതു ചർച്ച നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ ഇലക്ഷനൊക്കെ ബി.ജെ.പി താമര വിരിയുമോ എന്നൊരു ചോദ്യമാണ് എല്ലാവരും ചോദിച്ചു. LDFും UDFും മാധ്യമങ്ങളും എല്ലാം ഒരേപോലെ ചോദിച്ചു, താമര വിരിയുമോ എന്നാണ്. ഇത്തവണ ആ ചോദ്യമില്ല. എത്ര താമര വിരിയും, എവിടെയൊക്കെ വിരിയും, ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമായി പറയാം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജില്ലകളിൽ ഇത്തവണ ബി.ജെ.പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ 2020യുടെ അതായത് BDJSന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞത് 4 പേരെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ MLA-മാരായിട്ടുണ്ടാവും. കൊല്ലം ജില്ലയിൽ നിന്ന് 2-ലധികം പേര് MLA-മാരായി വരും. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും 3-4-ലധികം ആൾക്കാർ വിജയിച്ചു വരും. കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് 4 MLA-മാരുണ്ടാവും. എറണാകുളം ജില്ലയിൽ ഇതുപോലെ തന്നെ 3-4 MLA-മാരെ ഏറ്റവും കുറഞ്ഞതുണ്ടാവും, അതിൽ കൂടാനാണ് സാധ്യത. തൃശൂർ ജില്ലയിൽ 4-ലധികം പേര് MLA-മാരാവും. പാലക്കാട് ജില്ലയിൽ 2-3-ലധികം MLA-മാരുണ്ടാകും. കോഴിക്കോട് ജില്ലയിൽ അട്ടിമറി വിജയം 1-2 സീറ്റുകളിൽ ഉണ്ടാകും. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് 2 പേര് കാസർഗോഡ് നിന്ന് MLA-മാരാണ്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, തെക്ക് മുതൽ വടക്ക് വരെ, മധ്യ കേരളമെന്നും തെക്കൻ കേരളമെന്നും വടക്കൻ കേരളമെന്നും വ്യത്യാസമില്ലാതെ ബി.ജെ.പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാന്നിധ്യം ഉറപ്പാണ്. ഇത്ര സീറ്റുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അഹങ്കാരമായിരിക്കും, കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എങ്കിലും ഇപ്പോഴത്തെ നിലവെച്ച് നോക്കുമ്പോൾ 20-ൽ കുറയാത്ത സീറ്റുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളത്തിൽ കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്? കൃത്യമായിട്ട് ഞാൻ ഒരു സീറ്റിനെ കുറിച്ചോ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതും ശരിക്കും പറഞ്ഞാൽ ഒരു അഹങ്കാരമായി പോകും. ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്, പെട്ടിയിലായിട്ടുണ്ട്. അത് പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം. ഇന്ന സീറ്റ്, ഇന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജനങ്ങളായിക്കോട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് 4 സീറ്റുകളിൽ വിജയിക്കും എന്ന്. ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ മറികടക്കാൻ ബി.ജെ.പിക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ 2 തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ മധ്യ തിരുവിതാംകൂറില്, തെക്കൻ തിരുവിതാംകൂറില് തുടങ്ങി ക്രൈസ്തവർക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവരിൽ നിന്ന് ഒരു നല്ല ശതമാനം ആൾക്കാർ ഇത്തവണ ബി.ജെ.പി മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു മാറ്റമാണ്. കാരണം മാറുന്ന പരിസ്ഥിതികളെ രാഷ്ട്രീയമായി പഠിച്ചുകൊണ്ട് നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം സ്വീകരിക്കാൻ ക്രൈസ്തവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് മാറുകയും ചെയ്യും. അതിന്റെ ഉദാഹരണമാണ് ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള നിർണായകമായ വോട്ട് സ്വാധീനമുള്ള 5 സംസ്ഥാനങ്ങളും ബി.ജെ.പി ആണ് ഭരിക്കുന്നത്, നമ്മുടെ അടുത്തുള്ള ഗോവ അടക്കം. അപ്പോൾ എവിടെയാണോ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നത് അതിനനുസരിച്ച് മാറാൻ ക്രൈസ്തവ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. ഇത്തവണ കേരളത്തിലും അത് പ്രതിഫലിക്കും. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് സ്വിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഇപ്പൊ ബി.ജെ.പിക്ക് ശുഭകരമായിട്ടുള്ള പ്രതീക്ഷയാണ് മൊത്തത്തിൽ, അല്ലെ? തീർച്ചയായിട്ടും അതെ. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പിക്ക് ഹിന്ദു വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിയില്ല. എന്നാൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ഒരവസ്ഥയിൽ ബി.ജെ.പിക്ക് കേരളത്തിന്റെ ഭരണം എത്തിപ്പിടിക്കാൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. ബി.ജെ.പിക്ക് ഭരിക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് മുമ്പ് 35 സീറ്റുകൾ മതിയെന്നായിരുന്നു. ആ ഒരു നിലയിലേക്ക് എത്തുമോ? ആ ഒരു നിലയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഭരിക്കാൻ കഴിയും. അതായത് ബി.ജെ.പിയുടെ സീറ്റ് 10-ന് മുകളിലാണ് എങ്കിൽ LDFനും UDFനും ഭൂരിപക്ഷം ഉണ്ടാവില്ല. അപ്പോൾ LDFനും UDFനും ഭൂരിപക്ഷം ഉണ്ടാവില്ലെങ്കിൽ
നിയമസഭ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ ഒന്നും ഉണ്ടാവില്ല. പകരം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് ഈ മൂന്ന് പാർട്ടികൾ ഒഴികെ, അതായത് CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഈ മൂന്ന് പാർട്ടികൾ ഒഴികെ ഈ രണ്ട് മുന്നണിയിലെ മറ്റു പാർട്ടികൾ BJPയുടെ NDAയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ NDA കേരളത്തിൽ ശക്തിപ്പെടുകയും NDAക്ക് അധികാരം കിട്ടാനും സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത, ഇതോടൊപ്പം തന്നെ എപ്പോ വേണമെങ്കിലും പിളരാൻ വളരെ എളുപ്പത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏതെങ്കിലും ഒരു അക്ഷരം എടുത്തു വെച്ചിട്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി പുറത്തു വരാൻ അധികം താമസമൊന്നും വേണ്ടി വരില്ല. ഇനി അസ്സാമിലേതുപോലെ വരുമോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓർക്കണം, കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. പക്ഷെ ഇന്ന് കേരളത്തിന് പുറത്തുള്ള ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും കോൺഗ്രസ് കേവലം ഘടകകക്ഷി മാത്രമാണ്, മറ്റേതെങ്കിലും ഒരു കക്ഷിയുടെ ഘടകകക്ഷി മാത്രമാണ്. കേരളത്തിലാണെങ്കിൽ ഇതിന്റെ ഘടകകക്ഷി സ്ഥാനം മാത്രമേ കോൺഗ്രസിനുള്ളൂ. അതിനേക്കാൾ ഭേദം BJPയോടൊപ്പം നിൽക്കുന്നതാണെന്ന് തോന്നിയാൽ കോൺഗ്രസിൽ നെടുകെ ഒരു പിളർപ്പുണ്ടാവുകയും ഒരു പുതിയ കോൺഗ്രസ് ഉണ്ടായി ആ കോൺഗ്രസ് BJPയോട് ചേരുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് മുക്ത കേരളത്തിലേക്ക് കിടക്കുമോ? അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് മുക്തമായ ഒരു കേരളമായിരിക്കും അതിന്റെ ഫലം. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങൾ സ്പോൺസർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മുഖംമൂടി മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ്. യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ വീട്ടിലെ അടിമപ്പണി ചെയ്ത് കഴിഞ്ഞുകൂടേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയ സ്ഥിതിക്ക് കോൺഗ്രസിന്റെ മോചനം ആഗ്രഹിക്കുന്ന ആൾക്കാര് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരും. അതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് ചരിത്രം അവസാനിക്കുകയും ചെയ്യും. ഇപ്പൊ BJP അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? BJPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല. നമുക്കറിയാമല്ലോ, രാജസ്ഥാനിൽ അല്ലെങ്കിൽ ബീഹാറിൽ, ഉത്തരാഖണ്ഡിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ BJPയുടെ മുഖ്യമന്ത്രിയായ വ്യക്തി പ്രഖ്യാപനം വരുന്ന നിമിഷമാണ് ഞെട്ടിയത്. ഞാനാണല്ലോ മുഖ്യമന്ത്രി എന്നറിയുന്നത്. അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് BJPക്ക് ഒരു പ്രശ്നമേ അല്ല. BJPയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആര് വേണമെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി. ഇത് CPMന് ഈ അവകാശമാണ് പറ്റില്ല, കോൺഗ്രസിന് പറ്റില്ല, ഒരു പാർട്ടിക്കും പറ്റില്ല. പക്ഷെ BJPക്ക് സാധിക്കും. ആര് വേണമോ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നൊക്കെ പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന പാർട്ടി BJP മാത്രമാണ്. ശോഭാ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും ഏകദേശ കണക്ക് പ്രകാരം? യഥാർത്ഥത്തിൽ എനിക്ക് ആ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ചിത്രം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നത് ശരിയായിരിക്കില്ല. ഓക്കെ, താങ്ക് യു സർ.